ടിക്കറ്റ് നമ്മൾ താഴെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇവിടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയ കണക്കാണ് കേട്ടോ. ഏകദേശം ഒരു 15-20 മിനിറ്റാണ് ട്രാവൽ ടൈം ഈ കേബിൾ കാറിൽ. ഇപ്പോൾ ലോകത്ത് കുറച്ചുകൂടെ ക്ലൈമറ്റൊക്കെ ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറയുന്ന പേര് ലവ് ഗാർഡൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എടുത്തേക്കുന്ന ടിക്കറ്റിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇവിടെ ഒരാളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ലൈവ് പെർഫോമൻസ് ആണ് കേട്ടോ. പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ലൈവായിട്ടുള്ള മ്യൂസിക് ണ്ട്. ആ ക്യാബ് ഏരിയയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ആൻഡ് ടെക് സ്റ്റോറീസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാനാ ഹിൽസിലാണ്. ഉള്ള മെയിൻ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മുകളിലോട്ട് പോകണം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഹൊയാനിൽ കണ്ട ജാപ്പനീസ് ബ്രിഡ്ജാണ്. താഴെയുള്ള എല്ലാ സ്ഥലങ്ങളും അവരൊരു ഹൊയാൻ്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള ടിക്കറ്റ് നമ്മൾ താഴെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ടിക്കറ്റുകൾ പല ടൈപ്പിലും റേറ്റുകളും ഉണ്ട്. മിക്ക ടിക്കറ്റുകളിലും ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. ദനാങ്ങിൽ നിന്ന് നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടിക്കറ്റ്സും അവൈലബിൾ ആണ്. ഏകദേശം 3000-3500 റേഞ്ചിലാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയ കണക്കാണ് കേട്ടോ. കാരണം എല്ലാം നല്ല അടിപൊളിയായിട്ട് അവരാണ് ചെയ്തിട്ടേക്കുന്നത്. ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ പല പല കാര്യങ്ങൾ അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ സുവനീർ ഷോപ്സുകളാണ്. ആ ലേഡി ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് വായിക്കുന്നത് കേട്ടോ. ആ മ്യൂസിക് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട്. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് ഇതെല്ലാം അവർ ചെയ്തിട്ടേക്കുന്നത്. ഹൊയാൻ്റെ തീമിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന ഷോപ്സുകളായാലും മുകളിൽ കാണുന്ന ചിത്രങ്ങളായാലും പിന്നെ ലാൻഡിൽസ് ആയാലും എല്ലാം നമ്മളിപ്പോൾ ഇന്നലെ ഹൊയാനിൽ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്ന് കാണാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും ചപ്പലും ഷൂസൊക്കെ ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെച്ചേക്കുന്നത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കേബിൾ കാറിൻ്റെ ടൈമിങ്സ് ആണ്. രാവിലെ 5:30 മുതൽ ഓപ്പറേറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്കിങ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ രാവിലെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ട് നമുക്കിതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവർ നേരത്തെ വരും, അതിരാവിലെ വരും. വന്നിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ വരുന്നതാണ്. ഈ റൂഫിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഹൊയാനിൽ കണ്ട വള്ളങ്ങളുടെ മിനിയേച്ചർ സാധനങ്ങളാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കേബിൾ കാറിലാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത് കേട്ടോ. ഈ കേബിൾ കാർ നിർത്തത്തൊന്നുമില്ല, ഇങ്ങനെ ചെറുതായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്തോട്ട് കയറിയിട്ട് അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേബിൾ കാർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടേക്ക് ഓഫ് അടിപൊളിയാണ് കേട്ടോ. അതായത് പതുക്കെ വന്നിട്ട് ആ കേബിളിലേക്ക് ജോയിൻ ചെയ്തിട്ട് നല്ല സ്പീഡിലങ്ങ് അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. താഴെ കൂടി ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു കേബിൾ കാർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പോകുന്നത് നടുക്കിലത്തെ ഒരു കേബിളിലാണ്. അപ്പോൾ അതിൻ്റെ രണ്ടറ്റത്തായിട്ട് വേറെയും 1-2 ലൈൻസുകളുണ്ട്. പിന്നെ ഒരു ലൈൻ എന്ന് പറയുന്നത് അത് ഡെഡിക്കേറ്റഡ് ടു ഹോട്ടലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ലൈനാണ് അത്. അപ്പോൾ അതാണ് നമ്മൾ ആ അങ്ങറ്റത്ത് കാണുന്ന ഒരു ലൈൻ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 5000 അടി ഉയരത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ബൈ റോഡ് പോയി കഴിഞ്ഞാൽ 5.5 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റാണ് ട്രാവൽ ടൈം ഈ കേബിൾ കാറിൽ. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു കേബിൾ കാറാണ് കേട്ടോ ഈ ബാനാ ഹിൽസിലുള്ളത്. നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ മേഘത്തിൻ്റെ ഇടയിലൂടെയാണ് കേട്ടോ പോകുന്നത്. മേഘമല്ല, ആക്ച്വലി മഞ്ഞാണ്.
ഇപ്പോൾ രാവിലെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ താഴെ നല്ല കാടാണ്. അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, മേഘങ്ങൾക്കിടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തുള്ളതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ അപ്പുറത്തു നിന്നൊക്കെ വരുന്ന കേബിൾ കാറൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. 2 ലെവലിലാണ് ബാഗ ഹിൽസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഫസ്റ്റ് ലെവലിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ബേസിൽ എത്തിയേക്കാണ്. അപ്പോൾ ഈ ലെവലിലാണ് ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ലെവലിലാണ് ഫ്രഞ്ച് വില്ലേജും വൈൻയാർഡ്സും ഫാൻറ്റസി പാർക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. എന്തൊക്കെയായാലും ഈ കുഞ്ഞു മലയുടെ മുകളിൽ എന്തൊക്കെ അടിപൊളി സാധനങ്ങളാണല്ലേ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു എക്സ്ചേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് റോളർ കോസ്റ്ററിലേക്കും പിന്നെ വാക്സ് മ്യൂസിയം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് മഞ്ഞാണ്, അതുകൊണ്ട് തന്നെ താഴെ ഒരുപാട് വെള്ളം കിടക്കുന്നുണ്ട്. പക്ഷേ മിനിറ്റിന് അവരിതെല്ലാം ക്ലീനും ചെയ്യുന്നുണ്ട്. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട മഞ്ഞാണ് കേട്ടോ. അടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മഞ്ഞാണ്. അപ്പോൾ ആ പോകുന്ന കേബിൾ കാറിലാണ് നമ്മളിവിടെ ഇവിടുന്ന് അടുത്ത ലെവലിലേക്ക് പോകാൻ പോകുന്നത്. ഒരു മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അതായത് ഒരു തല ഒരു സ്ഥലത്ത്, കാലുകൾ ഒരു സ്ഥലത്ത്, കൈ ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാർട്സ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട്, അത് നല്ല പൂക്കളൊക്കെ ഉള്ള ചെടികളാണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. നമ്മുടെ ഗൈഡ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് നമുക്ക് കുറച്ച് സമയം തന്നേക്കാണ് ഇവിടെ നമുക്ക് സെൽഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുന്നതിനെക്കാട്ടി ഇതിൻ്റെ ഒരു ഡ്രോൺ വ്യൂ ആണ് അടിപൊളി. പക്ഷേ ഇവിടെ ഡ്രോൺ അലൗഡും അല്ല. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ വ്യൂവും കിട്ടത്തില്ല താഴെ നിൽക്കുമ്പോഴത്തേക്ക്. കുറച്ചുകൂടെ ക്ലൈമറ്റൊക്കെ ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വീക്ക് ഡേ ആണ് കേട്ടോ. എന്നിട്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമല്ല, ഇവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ആൾക്കാരായിരിക്കും. ഒരു ആർക്കിൻ്റെ രീതിയിലാണ് കേട്ടോ ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 കൈകൾ കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ കൈൻ്റെ ഷേപ്പൊക്കെ അവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എല്ലാ വശത്തും ചെറിയ ചെറിയ ഗാർഡനുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല പൂവിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സൂനിയറുകൾക്ക് വാങ്ങാനുള്ള ഷോപ്പുകൾ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഗാർഡനാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് തീമിലാണ് അവരിതെല്ലാം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാർഡൻ അവർ കൊടുത്തേക്കുന്ന പേരും ഫ്രഞ്ചിലാണ്.
അപ്പോൾ ഈ ഗാർഡനെ പറയുന്ന പേര് ലവ് ഗാർഡൻ എന്നാണ് കേട്ടോ. നല്ല മനോഹരമായിട്ട് ചുറ്റും നല്ല പൂക്കളും ചെടികളും ഒക്കെ വെച്ചിട്ട് നടുക്കൊരു സിൻഡ്രലേനെ പോലത്തെ ഒരു സ്റ്റാച്യൂവും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് വ്യൂ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് കയറിയത്. പക്ഷേ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല താഴേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് തോട്ട് ഗാർഡനിലാണ്. ഇവിടെ ഒരു ചെറിയൊരു റിവർ പോലത്തെ ഒരു സംഭവം ഒഴുകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെസ് ബോർഡിൻ്റെ രീതിയിൽ മാർബിൾസ് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചു, അതായത് തൂണുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുവാണ്. അപ്പം നമ്മളിപ്പോൾ ഏത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതിന് പേരിട്ടേക്കുന്നത് മിത്തോളജി ഗാർഡൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പോൾ നമ്മളെ ഗൈഡ് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് അടുത്ത കേബിൾ കാറിൽ കയറിയിട്ട് വേണം നമുക്കിനിപ്പോൾ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മളെ അടുത്ത ലെവലിൽ എത്തിയേക്കാണ്. അപ്പോൾ അടുത്ത സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് മുമ്പേ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ എടുത്തേക്കുന്ന ടിക്കറ്റിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ മൾട്ടിപ്പിൾ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരക്കാവും, പിന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഫുഡ് ബഫേ സിസ്റ്റം ആയിരുന്നു. ഒരുപാട് ലൈവ് കൗണ്ടേഴ്സും ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റീസും ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ എണ്ണത്തിനും ടേസ്റ്റ് ഇല്ലായിരുന്നു. പൊതുവേ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കണ്ടിട്ടുള്ളതാണ്, നമ്മളെ ഫുഡിന് വേണ്ടിയിട്ട് കാശ് മേടിക്കും, തരുന്ന ഫുഡിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ നാട്ടിലായാലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളെ ഫ്രഞ്ച് വില്ലേജും ഫാൻറ്റസി പാർക്കും വൈനേർഡ്സും അതെല്ലാം കാണണം ഇവിടുത്തെ തന്നെ. അപ്പോൾ നമ്മൾ പോയത് ഒരു ഓട്ടം സീസണിലായിരുന്നു. അപ്പോൾ ഇവിടെ ഓട്ടം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അവർ ഒരുപാട് റിയലും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും കൊണ്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ പംകിൻ ഫെസ്റ്റിവലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കുറേ പംകിൻസ് എല്ലാം ഇവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ടീമിലാണ് ഇവരിതെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്നത് പണ്ടത്തെ മോഡൽ ഒരു ഫ്രഞ്ച് കാറാണ്. ഇവിടെയൊക്കെ ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുൾ ഏരിയനെയാണ് ഫ്രഞ്ച് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ലൈവ് കൗണ്ടേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല കേട്ടോ. കാരണം ഫ്രണ്ടിൽ ഫുള്ള് മഞ്ഞാണ്, ഒന്നും കാണാനും പറ്റുന്നില്ല. അപ്പം എന്തെങ്കിലും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിട്ടെങ്കിലും അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാപ്പാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഫാൻറ്റസി പാർക്കിലോട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള എൻട്രി എല്ലാം ഫ്രീ ആണ്. പിന്നെ കുറച്ച് റൈഡിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല ആർക്കും അതിനകത്ത് പോവാം. ഇതിലെയാണ് അതിൻ്റെയൊക്കെയുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ വന്ന് കയറുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്രീ ഫോളാണ്. ആക്ച്വലി ഈ ഒരു ഫാൻറ്റസി പാർക്ക് ഒരു ഭൂമിക്ക് അടിയിലായിട്ടുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുണ്ട് 2 ലെവല്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും പുറത്തുള്ള തണുപ്പൊന്നും അകത്തില്ല കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള പല രീതിയിലുള്ള ഐറ്റംസുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരാളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോഴത്തേക്കും നാണാണെന്ന്. അപ്പോൾ ഇവിടെയും മൾട്ടിപ്പിൾ ലെവൽസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് താഴത്തെ നിലയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇവിടെയും 4D 5D ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വഞ്ചർ സെക്ഷനാണ് ഈ ഒരു കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 4D ഷോ കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം നമ്മൾ ക്യൂവിൽ നിൽക്കുകയും ചെയ്തു. അവസാനം അവർ നമ്മളെ പറഞ്ഞു വിട്ടു, കാരണം പാറുവിന് പൊക്കമില്ല എന്ന് പറഞ്ഞിട്ട്.
എന്നാൽ നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് പിന്നെ ഈ ഷോ എല്ലാം കയറി കണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു 4D ഷോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാറുവിനെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെയും താഴെ ഒരു ലെവലുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീ ഫോളിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ മ്യൂസിക് കേട്ടിട്ട് ഒരാളിവിടെ ഭയങ്കര ഡാൻസാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന റൈഡുകളെല്ലാം ഫ്രീ ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ തിരിച്ച് മുകളിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ജുറാസിക് പാർക്കിൻ്റെ ഒരു തീം പാർക്ക് കണക്കെ ഉള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കാണണം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ലൈവ് പെർഫോമൻസ് ആണ് കേട്ടോ. അവർ സ്കേറ്റിങ്ങിൻ്റെ ഷൂ ഇട്ടിട്ടാണ് ഈ ഡാൻസ് എല്ലാം കളിക്കുന്നത് കേട്ടോ. അല്ലാതെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് വളരെ പാടാണ്. അപ്പോഴത്തേക്കാണ് ഈ ഒരു ഷൂസ് ഇട്ടിട്ടുള്ളൊരു ഡാൻസ്. അപ്പോൾ ഒരുപാട് വിദേശ ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ കാർട്ടൂൺ കഥാപാത്രങ്ങളായാലും ഇവിടെ ലൈവ് പെർഫോമൻസ് ചെയ്യുന്നവരായാലും അങ്ങനെ ഒരുപാട് വിദേശ ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജുറാസിക് പാർക്ക്. അപ്പോൾ നമ്മളിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ എക്സിറ്റ് ഏതാണെന്ന് അറിയാതെ കുറച്ച് നേരം ഇവിടെ അതിനകത്തുനിന്ന് കറങ്ങിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലൂടെയാണ് എക്സിറ്റ് വരുന്നത്. അപ്പോൾ ഇതും ഒരു സുവനീർ ഷോപ്പാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ ഇവിടുത്തെ സാധനങ്ങൾ. ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പോപ്കോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ കാണുന്ന മിക്ക ബിൽഡിങ്ങുകളും യൂറോപ്പിലുള്ള ബിൽഡിങ്ങിനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതൊക്കെ ഒരു ചേർച്ചാണ്. ഇപ്പോൾ ഫ്രാൻസിലെ ഏതെങ്കിലും ഒരു ചേർച്ചായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ വേറെ എന്തോ കാണാനുള്ള ബിൽഡിങ്ങാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബ്രൂവറി ഉണ്ട്, അതായത് നമ്മുടെ ബിയറൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ ഫ്രീ ബിയർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. ഇതൊരു ഫൗണ്ടനാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ആക്ച്വലി ഇത്രയൊന്നും അല്ല കാണാൻ വേണ്ടി, ഇതിലധികം കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മഞ്ഞ് കാരണം ഇനിയിപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബിയറിൻ്റെ ബ്രൂവറി. ഇവിടെ ലൈവ് പെർഫോമൻസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, നല്ല ലൈവായിട്ടുള്ള മ്യൂസിക്. താഴേക്ക് നോക്കിയേ, ഇതാണ് ബിയർ ഉണ്ടാക്കുന്ന സ്ഥലം. ആ കാണുന്ന ഫർണസിലൊക്കെയാണ് ബിയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ബിയർ കൂപ്പൺ. ഒരു കൂപ്പണിന് 2 ഗ്ലാസ് ബിയറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബിയർ സ്റ്റേഷനിൽ നിന്നാണ് ബിയർ കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബാനാ ഹിൽസിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി, ഏകദേശമായി. അപ്പോൾ ഇതാണൊരു പ്രശ്നം. ഇവരുടെയൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സമയത്തിന് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ ഒരുപാട് കടയിൽ കയറിയിട്ട് അങ്ങനെ ഒരുപാട് സമയം കളയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടൂർ പാക്കേജ് എടുത്ത് വരുമ്പോഴത്തേക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇനിയും ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു, ട്രെയിനും റോളർ കോസ്റ്റേഴ്സും
ബാഗ്സ് മ്യൂസിയം അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ള സമയമില്ല. അപ്പോൾ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒറ്റ കേബിൾ കാറിൽ നമുക്ക് താഴേക്ക് പോകാൻ പറ്റും. പക്ഷേ അതിന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന കണക്ക് തന്നെ 2 കേബിൾ കാറിൽ കയറിയിട്ടാണ് ഇപ്പോൾ താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ താഴേക്ക് പോവാണ്. അപ്പോൾ ഒരു ലെവൽ വരെ ഈ മഞ്ഞെല്ലാം ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഈ കേബിൾ കാറിൽ പോകുന്നത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ താഴെ ബേസ് എത്താറായി. അപ്പം നമ്മുടെ കൂടെ വന്ന ടൂറിസ്റ്റുകൾ അവർ നേരത്തെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബും വന്നിട്ടുണ്ട്. ആ ക്യാബ് ഏരിയയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ആ ക്യാബ് ഏരിയയിലേക്ക് പോകുന്നത് ഈ ബഞ്ചി കാറിൽ കയറിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദനാങ്ങിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈവനിങ് ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ആദ്യം കുറച്ച് നേരത്തെയാണ് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ അത് എത്ര മിനിറ്റ് ലേറ്റ് ആണെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ ഒരു നൈറ്റ് വിഷ്വലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ദനാങ്ങിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫോർ എവ്രി വൺ.